കണ്ണുകളിൽ കണ്ണീരുമായി താഴെ തിരയുവതാരേ നീ ഏതോ കിനാവിൻ്റെ ഏകാന്ത തീരത്തിൽ ഒലിഞ്ഞു നിൻ പുഞ്ചിരി വളരെ യാഥാസ്ഥികമായ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ ഇവിടെ വന്നിട്ടാണ് അത്രയും ഫ്രീ ആയത്. എന്റെ ഭർത്താവ് എന്നിലുള്ള നല്ല കഴിവുകളെ പ്രയോജനപ്പെടുത്തി എന്നെയും പ്രയോജനപ്പെടുത്തി എനിക്കൊരു ഗ്രോത്ത് ഉണ്ടായെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്നിലുള്ള കഴിവുകൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അത് എനിക്ക് നിനക്കതിനുള്ള കഴിവുണ്ട്, നിനക്കത് ചെയ്യാം. ഇപ്പോഴും എവിടെ പോയാലും എന്നെ ഒറ്റയ്ക്ക് വിടും. എനിക്കറിയാം എൻ്റെ ഭാര്യ എവിടെ പോയാലും അവരുടെ കാര്യം കണ്ടിട്ട് വരുന്നു. ആ ഒരു ധൈര്യം, ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടാക്കിയത്. അഗ്രികൾച്ചർ ക്ലാസ്മേറ്റ്സ് എന്ന് വെച്ചാൽ പൊതുവെ എൻ്റെ ഭർത്താവിന് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അഗ്രികൾച്ചർ ക്ലാസ്മേറ്റ്സ് എന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അല്ലാതെ പേഴ്സണലായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേറെ ഉണ്ട്. എവിടെ പോയാലും ഒരു അണ്ണന്റെ സ്ഥാനമാണ് എൻ്റെ ഭർത്താവിന്. അതുകൊണ്ട് തന്നെ എനിക്കൊരു അണ്ണിയുടെ സ്ഥാനം എൻജോയ് ചെയ്യാറുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് എങ്ങനെയാണോ എല്ലാവരും കരുതുന്നത് അതേപോലെ ഒരു ഇതിൽ ഞാൻ എപ്പോഴും എല്ലാവരോടും പെരുമാറുണ്ട്. നിങ്ങളോടൊക്കെ ആണെങ്കിലും ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇതും തോന്നാറില്ല. എല്ലാവരെയും ഞാൻ അറിയും, ഏത് ഫംഗ്ഷനിൽ കൊണ്ടുപോകാൻ. നിങ്ങളെയൊക്കെ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒത്തിരി പേരുടെ പേരുകളും ഒത്തിരി പേരുടെ കുറച്ചൊക്കെ പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ എനിക്കറിയാം. ഐ ലവ് യു ഓൾ. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 2007 I lost him. ഞാൻ ബാച്ച്മേറ്റാണ്. ഇപ്പോൾ ഐ എം ഹാപ്പി ടു ഹാവ് റീയൂണിയൻ ലൈക്ക് ദിസ്. എനിക്ക് സുമിത്രയെ പോലെ കൂടുതലൊന്നും പറയാം. നാലാഞ്ചിറ, തിരുവനന്തപുരം നാലാഞ്ചിറ മാർഗം വീട് താമസിക്കുന്നു. ബാച്ച്മേറ്റ് ആണ്. ഇപ്പോഴും നമ്മുടെ വിഷയത്തിൽ എൻ്റെ മോളി കീടനാശിനി വിഷയത്തിലൊക്കെ സജീവമായിട്ട് ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. പൈസയ്ക്കല്ല, ഓണറി ആയിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ തന്നെ ഈ ലാപ്ടോപ്പ് LCD പ്രോജക്റ്റ് ഉണ്ട്. ഞാൻ ബുക്ക് എടുക്കും. പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ ഒക്കെ ഗ്രൂപ്പ് വിളിക്കുമ്പോഴാണ് കൂടുതൽ സജീവമായിട്ട് ഫുഡ് സേഫ്റ്റിയാണ് വിഷയം. 13-ാം തീയതി വേറെ ചാലയിലുള്ള പൗർണമി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഹോം മെയ്ഡ്. അപ്പൊ അവരുടെ ഒരു അതിലെ ഒരു അംഗത്തിന്റെ ഹസ്ബൻഡ് നമ്മുടെ സീനിയറായിട്ട് പഠിച്ച രാമേന്ദ്രൻ, കാനറ ബാങ്ക് എടുത്തത്. അദ്ദേഹം എങ്ങനെയോ അറിഞ്ഞ് എന്നെ വിളിച്ച് ഞാൻ പോകുന്നു. ഷാപ്പിൽ മാത്രം തരാം. ഓക്കെ. എൻ്റെ പേര് കൃഷ്ണകുമാരി. കുമാരിയൊക്കെ സ്റ്റേജ് കഴിഞ്ഞ് കൃഷ്ണ പറയാറുണ്ട്. പിന്നെ കൊറോണയായിട്ട് പ്രാർത്ഥനയായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നതായിരുന്നു. എല്ലാവർക്കും പ്രാർത്ഥിച്ചിട്ട് ഇതുവരെയൊക്കെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഒരു കാര്യം പറയാനുണ്ട്. സ്വന്തം
തന്നെത്താനെ പേര്. ഹായ്, എൻ്റെ പേര് പ്രിയയാണ്. അന്നത്തെ ഞാൻ ബാംഗ്ലൂരിലാണ് ഇങ്ങോട്ട് വരുന്നത്. എൻ്റെ മമ്മിയുടെ കൂടെ വന്നതാണ്. എനിക്കൊരു സന്തോഷം. ഞാൻ ട്രെയിനിൽ ഇതുവരെ കയറിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് പ്ലെയിനിൽ കയറി ഇങ്ങോട്ട് വരുവാണ്. എൻ്റെ ഫ്രണ്ട് നിത്താര, അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ അവൾ എങ്ങോട്ട് പോവാണെങ്കിൽ ഞാനും അത് അതിലേക്ക് കയറാൻ പറ്റും. ഞാൻ എന്റെ പാരന്റ്സിനോട് പറഞ്ഞോളാം. ഞാൻ എന്റെ പേര് ശരിക്കുള്ള പേര് പ്രിയ ആണെന്ന്. ആലോചിച്ച് വെച്ചിട്ട് ഞാൻ എൻസമ്മ ജോബ് എച്ച് കോളേജിൽ റിട്ടയർ ചെയ്ത് പ്രൊഫസറായിട്ട്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം പണിയൊന്നുമില്ല. കൊച്ചുമക്കളെയൊക്കെ നോക്കി വീട്ടുകാരെയൊക്കെ നോക്കി ട്രിവാൻഡ്രത്താണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. കോട്ടയമാണ്. ജോലി സംബന്ധമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നു, ഇവിടെ സെറ്റിൽ ചെയ്തു. പിന്നെ വരുത്തന്മാരെന്ന് പറയത്തില്ല, അങ്ങനെ വരുത്തന്മാരായിട്ട് ഇവിടെ കുടിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഈ സമയം ഞാൻ താമസിക്കുന്നത് ജാനസിലാണ്. അപ്പം ഒന്ന് ഫോർ മേക്കിംഗ് ബിരിയാണീസ് ആൻഡ് സ്നാക്സ് ആൻഡ് ദ അതർ ഫോർ മേക്കിംഗ് കേക്ക്സ്. ഈ രണ്ടും അടുത്തടുത്താണ്. എനിക്ക് സമയം പോകാനും ജീവിതം ഉല്ലാസം ആക്കാൻ വേണ്ടി ഞാൻ അവിടെ വോളണ്ടറി സർവീസ് ചെയ്യുന്നു. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം പറഞ്ഞു? വോളണ്ടറി ഞാൻ ജീവിതം താമസിക്കുന്നു. ഞാൻ പ്ലാന്റ് പെത്തോളജി ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. ഇപ്പം ബിജു പറഞ്ഞ പോലെ വലിയ കൺസൾട്ടേഷനൊന്നും ഇല്ലെങ്കിലും ചെറിയ തോതിൽ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃഷിക്കാർക്കായാലും എൻ്റെ കൊളീഗ്സിനായാലും ഞാൻ സർവീസ് എന്നെക്കാളും നല്ലതായിട്ട് വരയ്ക്കോ? എല്ലാ വർഷവും കൂടും. അവർക്ക് അങ്ങനെ കൂടിയില്ലെങ്കിൽ വലിയ വിഷമാണ്. അപ്പോൾ ഫാമിലിയെ ഒപ്പം കൊണ്ടുപോകും. എല്ലാവരും നിർബന്ധമായിട്ട് ഫാമിലിയെ കൊണ്ടുവരണം. അങ്ങനെ എനിക്ക് ആദ്യം അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും പോയി എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും ഇപ്പോൾ അറിയാം. അപ്പോൾ നമുക്കൊരു വീട് വിട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ഇല്ല. എല്ലാവരും നമ്മുടെ ആളുകളെ പോലെയാണ് തോന്നുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ടില്ല. അനുഭവം അദ്ദേഹം തന്നെ പറയട്ടെ. താങ്ക് യു. ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. പിന്നെ താമസിക്കുന്നത് പാച്ചല്ലൂരാണ്. ഇന്നലെ നമ്മൾ കോളേജിൽ പോയ വഴിക്കാണ്. കോളേജിൽ പോകുമ്പോൾ പാച്ചല്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഇടതുവശത്താണ് എൻ്റെ വീട്. അത് പിന്നെ ഇന്നലെ ബുദ്ധിമുട്ടിലാണ് ഇന്നലെ വീട്ടിലോട്ട് ക്ഷണിക്കാതിരുന്നത്. വേറെ സ്വല്പം കൃഷിയൊക്കെ ആയിട്ട് ഞങ്ങൾ ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. ഷീല ജോസഫ് ബാച്ച്മേറ്റ് ആണ്. എൻ്റെ വീട് കോതമംഗലത്താണ്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് കൂത്താട്ടുകുളത്താണ്. ഹസ്ബൻഡിൻ്റെ വീട് അവിടെയാണ്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ജോയിൻറ്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. രാമപുരം, കോട്ടയം രാമപുരമാണ് സ്വദേശം. അതിരമ്പുഴ കല്യാണം കഴിച്ചു. ട്രിവാൻഡ്രത്ത് ജോലിയായിട്ട് ട്രിവാൻഡ്രത്ത് വന്ന് താമസിക്കും. പിന്നെ സർവീസ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ഇപ്പം വീട്ടിൽ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ ഏറ്റവും വിശ്വസ്ത സേവകയാണ്. സെർവൻ്റ് ബാക്കി ഏത് സെർവൻറ്റിനെ കൊണ്ടുവന്നാലും ആർക്കും വിശ്വാസമില്ല. ആലപ്പുഴയാണ് സ്വദേശം. തൃശ്ശൂർ ഇപ്പോൾ സെറ്റിൽഡാണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ജോയിൻറ്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. മോള് ബാംഗ്ലൂരുള്ളത് കൊണ്ട് ഇപ്പോൾ 5-6 ദിവസം മുമ്പ് അവിടെ ചെന്നതാണ്.
ശ്രീകേന്ദ്രത്തിലായിരുന്നു 27 വർഷത്തോളം സർവീസ്. ബാക്കി 4 years റൈൽവേ സ്റ്റേഷൻ വൈറ്റിലേ നിന്ന് റിട്ടയർ ചെയ്തു. ഒരു മകളെ ഉള്ളൂ, അവളുടെ കൂടെ താമസിക്കും. ബീച്ചിൽ പോയിരിക്കുകയാണ്. മകളും ഹസ്ബൻഡും വീട്ടമ്മയാണ്. പിന്നെ സ്വല്പം കൃഷിക്കൊക്കെ കൃഷിപ്പണിയാണ് കാര്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് വഴക്ക് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ നടക്കണ്ടായിരുന്നെങ്കിൽ വീട്ടിലൊക്കെ വീഴുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നടക്കുകയാണ്. കുറെ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് മുറിച്ചിട്ട് തരും. ഇപ്പൊ റിട്ടയർ ചെയ്തിട്ട് പിന്നെ എന്നെ ഒത്തിരി ഒരുപാട് സഹായിക്കുകയൊക്കെ ചെയ്യും. തേങ്ങ ഉരിച്ച് പൊടിച്ച് വെറുതെ ഇരിക്കാത്ത ഹസ്ബൻഡിനെ നോക്കിയിട്ട് ഞാൻ നടക്കണം. ഞങ്ങൾക്ക് 2 മക്കള്. മകൻ മിഥുൻ ഡോക്ടറാണ്, കാരിംബോം. അവിടുന്ന് ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു, അന്ന, കാരിംബോം, വെസ്റ്റ് ബംഗാൾ. പിന്നെ മകളുടെ കല്യാണം അടുത്ത് കഴിഞ്ഞു. അവളുടെ പിറന്നാളാണെന്ന് ശ്രുതി. പിന്നെ ഹൈദരാബാദ് സെറ്റിൽഡാണ് ഇപ്പോൾ അവർ 2 പേരും. ഇത്രയും ഞങ്ങളുടെ കൂടെ എൻ്റെ അമ്മയും ചെറിയ അമ്മയും 92 വയസ്സായ ഒരു ചെറിയ അമ്മയുണ്ട്. കൃഷിവകുപ്പിലായിരുന്നു ജോലി ചെയ്തത്. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അങ്ങനെ സുഖമായിട്ട് അങ്ങനെ കഴിഞ്ഞു. എൻ്റെ പേര് സൂസൻ മാത്യു, ജോർജ് മാത്യുവിൻ്റെ വൈഫാണ്. ഞാൻ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി. ഗീതമൊന്നും പറഞ്ഞില്ല. ഗീത സ്വദേശം മഞ്ചേരി, മലപ്പുറം ജില്ലയാണ്. ജോലിയൊന്നുമില്ല, വീട്ടമ്മയാണ്. തൽക്കാലം എന്നെ ചീത്തൊക്കെ പറഞ്ഞാൽ നന്നായി. ഞാൻ ഒന്നും ചെയ്യാറില്ല. സ്വദേശം കൊല്ലം, ആശ്രാമം ഗ്രൗണ്ടിനടുത്ത് എൻ്റെ വീട്. പിന്നെ പാസേജിൽ നിന്ന് കയറി വരാം. 10 കൊല്ലം ഞാൻ ജോലി ചെയ്തിട്ടുള്ളൂ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ. ബാക്കി 10-25 കൊല്ലം പല രാജ്യങ്ങളിലായിരുന്നു. അവസാനം ഖത്തറിലാണ് റിട്ടയർ ചെയ്തിട്ടുള്ള വന്നത്. കൃഷിയായിട്ട് ബന്ധമുള്ള ഒന്നുമില്ലാത്ത ജോബായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ വന്നിപ്പോൾ 6 കൊല്ലമായി. വീട്ടിൽ സ്വസ്ഥം സ്ഥിരമാണ്. കൃഷി എന്നെ കുറിച്ച് അധികം കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചുമ്മാരിക്കലാണ്. ചുമ്മാരിക്കാന്ന് പറയാൻ പറ്റില്ല. പക്ഷി നിരീക്ഷണം വീടിന് ആശ്രമാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിമാരും ആംസങ്ങളൊന്നുമില്ല. പക്ഷെ നല്ല നമുക്ക് ഞാൻ മുമ്പത്തെ ഒരു കസേരയിട്ട് അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു പണിയില്ല. എന്റെ ഭാര്യ കൂടെ ഇല്ലാത്തതുകൊണ്ട് പാചകത്തിൽ ചെറുതായിട്ട് ഗവേഷണം നടത്തുന്നു. പുതിയ പുതിയ റെസിപ്പികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ അഭിപ്രായം പറയാം. അപ്പൊ ഇതിന് ഞാൻ ചില പുസ്തകങ്ങളൊക്കെ രചിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ പ്രതീക്ഷിക്കാം. ഞാൻ ഇവിടെ ട്രിവാൻഡ്രം ശ്രീ തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞാൻ റിട്ടയർ ചെയ്തു. കോട്ടയത്ത് നിന്ന് ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിൽ ചെയ്തതാണ്. പിന്നെ ഈ ഞങ്ങളുടെ ബാച്ചിൻ്റെ ഒരു കഴിഞ്ഞ ഇതുപോലുള്ള ഞങ്ങളുടെ ബാച്ച് വിത്ത് ഫാമിലി ഗെറ്റുഗദർ ഒരു കഴിഞ്ഞ ഒരു 15 വർഷങ്ങളായിട്ട് സ്ഥിരം നടക്കുന്നുണ്ട്. അത് കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറി മാറി വരും അങ്ങനെ. അപ്പോൾ ഈ ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, പിന്നെ ഈ എമൗണ്ട് പറയുന്നത് പെർ മെമ്പറാണ്. ഇവിടെ ചെയ്ത പോലെ 2 നൈറ്റ്സും 3 ഡേയ്സും വരുത്തൊക്കെ രീതിയിൽ. പക്ഷേ സ്പൗസിനെ ഫ്രീ ആയിട്ട് കൊടുക്കും. അവർ വന്നാലും വന്നില്ലെങ്കിലും എമൗണ്ട് തുല്യമായിരിക്കും.
അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ നിങ്ങൾ പിന്നെ നേരത്തെ മിക്കവാറും ആൾക്കാരുമായിട്ട് കണക്ട് വെച്ചുകൊണ്ട് അറിയുകയും ചെയ്യും. പക്ഷെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഈ നിങ്ങളെക്കാൾ 3 വർഷം 72, 76 പഠിച്ചു. ഈ 76 ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം ഞങ്ങൾ പലരും കേരളത്തിൽ പല സ്ഥലത്ത്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ പല സ്റ്റേറ്റ്സിൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പല കൺട്രീസിൽ, UAE, US ഇങ്ങനെ പല. പിന്നെ ഞാൻ എൻ്റെ കോളേജിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ പോകുന്നത് അഗ്രികൾച്ചർ. അങ്ങനെയൊക്കെയുള്ള അടുപ്പം എന്താ. പിന്നെ എൻ്റെ പേരുള്ള മധുവിൻ്റെ വൈഫ് പറഞ്ഞ ഇതിൻ്റെ നേരെ വിപരീതമാണ് ഞാൻ. അതായത് എനിക്ക് ഈ കൃഷിയായിട്ട് യാതൊരു ബന്ധമില്ല. യാതൊരു രീതിയിൽ ഞാൻ ഗിരിജയെ ഹെൽപ്പ് ചെയ്യത്തുമില്ല. അതിന് ഗിരിജയുടെ ഏറ്റവും വലിയ പരാതി അതാണ്. എന്തെങ്കിലും ഒരു കൃഷി ഉണ്ടെങ്കിൽ അതിൻ്റെ ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെല്ലില്ല. എനിക്ക് ഒട്ടും ഒരു ബന്ധമില്ലാതെ കൃഷി. അത് ഈ കൃഷി ശാസ്ത്രജ്ഞന്മാരുടെയും പ്രൊഫസേഴ്സിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണെങ്കിലും പറയുക. അത് കാരണം പിന്നെ അങ്ങനെയുള്ള പിന്നെ ഭാര്യയെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു അഗ്രികൾച്ചർ കോളേജിൽ ഒരു പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തു. അതിനുശേഷം ഞാൻ ADP-യിൽ അഗ്രികൾച്ചർ എക്സ്പെർട്ടായിട്ട് 1 കൊല്ലം വർക്ക് ചെയ്തു. കോവിഡ് കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു, ഞാൻ പോയില്ല. അതിനുശേഷം ഈവൻ അതർവൈസ് ഓൾസോ കൺസൾട്ടൻ്റാണ് ഞാൻ. എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രോജക്റ്റിനകത്ത് മൾട്ടി ഡിസിപ്ലിനറി ടീം വർക്ക് ചെയ്തതിൻ്റെ ക്ലാസ്മേറ്റ്സ് ഞാൻ ബിജു വർക്ക് ചെയ്തിട്ടുണ്ട്, ഗിരിജ, ഷീല, നമ്പർജി, ഇവരെല്ലാവരും എൻ്റെ കൂടെ നിന്ന് എൻ്റെ പല ഫീൽഡുകളിലും പോകുന്നതുകൊണ്ട് ഞാൻ മറ്റു ഫീൽഡിലും ഒരു എക്സ്പെർട്ടായി. അതുകൊണ്ട് എൻഡമോളജിയിലും പതോളജിയിലും ഹോർട്ടിക്കൾച്ചറിലും ടെക്നോളജിയിലും ഒറ്റ സിംഗിൾ വിൻഡോ ആൻസർ എനിക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ലോട്ട് ഓഫ് എൻക്വയറീസ് ആർ കമ്മിങ്. ഇപ്പം ഫോൺ കോൾ കുറവാണ്. മറ്റേതൊക്കെ ഒരു ഡെയിലി ഒരു 15-20 കോൾ വരുമായിരുന്നു. കേരളത്തിൽ നിന്നും ഈവൻ ഔട്ട്സൈഡ് കൺട്രി ഓൾസോ കൺസൾട്ടേഷൻസ് കൊടുക്കാറുണ്ട്. ഞാൻ ഇത് പറഞ്ഞ പോലെ ഞാൻ സാധാരണഗതിയിൽ ഞാൻ പോകുന്ന വഴിയിലാണെങ്കിലും കാർ കൊണ്ടാണെങ്കിലും പോയി ഫീൽഡിൽ പോയി ചെയ്യാറുണ്ട്. പക്ഷെ വളരെ ദൂരെയാണെന്നുണ്ടെങ്കിൽ അവരാരെങ്കിലും കാർ അയച്ചു തരും, അതിൽ പോകും. അതിലല്ലാതെ ഞാൻ പൈസ വാങ്ങിക്കാറില്ല. നമ്മുടെ തെലുങ്കാന, തമിഴ്നാട് ഇപ്പോഴും ഞാൻ പോയി ലാൻഡ് ഡെവലപ്മെന്റും ഒത്തിരി കൺസൾട്ടേഷൻ. അങ്ങോട്ട് പൈസ കൊടുക്കുക അല്ല, അതൊരു പാവപ്പെട്ട കൃഷിക്കാരന് ഞാനൊരു റെക്കമെൻഡേഷൻ കൊടുത്ത സമയത്ത് അയാൾ പറഞ്ഞു, സാറേ ഇത് ഇത്രയും ഭയങ്കര വിലയാവും, എനിക്ക് നിവൃത്തിയില്ല ഇത് ചെയ്യാനായിട്ട്. അത് ചെയ്തില്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല. എന്റെ പേര് മധു. ഞാൻ സിൻഡിക്കേറ്റ് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തു. കേരളത്തിലെ വടക്കേ അറ്റത്ത് ജില്ലയായ കാസർഗോഡ് നിന്നാണ് വരുന്നത്. എന്റെ സ്വദേശം തലശ്ശേരിയാണ്, വൈഫിന്റെ സ്വദേശം മാഹിയാണ്. ഞാൻ വീട് വെച്ചത് കാഞ്ഞങ്ങാടാണ്. ഇപ്പോൾ താമസിക്കുന്നത് പരപ്പ എന്നുള്ള ചെറിയൊരു ഗ്രാമത്തിലാണ്. അവിടെ റിട്ടയർ ശേഷം അവിടെ ഒരു വീടുണ്ടായിരുന്നത് റിപ്പയർ ചെയ്തു. കുറച്ച് 1.5 ഏക്കർ കൃഷിത്തോട്ടമുണ്ടായിരുന്നു. ഭാര്യയുടെ അമ്മയുടെ പേരിലാണ്. അപ്പൊ അത് ജോലി ചെയ്യുന്നതിന് മുമ്പ്, കൃഷി പഠിക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ കൃഷി ചെയ്തു. വീട്ടിൽ അല്പസ്വല്പം പച്ചക്കറിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് BSc അഗ്രികൾച്ചറിന് വന്നത്. BSc അഗ്രികൾച്ചർ പഠിച്ചതിന് ശേഷം പിന്നെ 47 കൊല്ലം അവിടെ സ്ഥലമുണ്ട്. നല്ല ഭൂമി, വെറുതെ വെള്ളവും കിട്ടും, വെറുതെ കിടക്കും. അതുകൊണ്ട് അതിൽ അല്പസ്വല്പം അവിടെ സ്ഥലത്ത് കുറച്ച് കൃഷികളൊക്കെ വെച്ചു, വാഴ വെച്ചു, കുറെ കഴുകുന്നതിൽ വെച്ച് പിടിപ്പിച്ചു. പിന്നെ പച്ചക്കറി ആവശ്യത്തിനുള്ള കുറെ കാലമായിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി നമ്മുടെ വളപ്പം തന്നെയാണ് എടുക്കുന്നത്. സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇപ്പൊ ഇങ്ങനെയുള്ള ഇപ്പൊ അങ്ങനെയൊക്കെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല. കാരണം ജോലിയുടെ സമയത്ത് എപ്പോഴും ഫോൺ വരുമ്പോൾ പലപ്പോഴും എന്റെ വൈഫ് അതാ അവിടെ ഉണ്ട്,
അപ്പോഴേ ഇത് ഞാൻ തേങ്ങയൊക്കെ ചെറിയ കൊണ്ട് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം എനിക്ക് കഴിക്കാം. അല്ലെങ്കിൽ വയസ്സിന് ഇഷ്ടം പറഞ്ഞാൽ തേങ്ങ ചോറ് വറുത്തൊക്കെ കഴിച്ചത് എളുപ്പപ്പണികളെന്തെങ്കിലും ചെയ്തു അതെനിക്ക് ഇഷ്ടമല്ല. തേങ്ങ നല്ല സ്വാദോടുകൂടി ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാനിതൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എന്റെ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു അപേക്ഷ എന്ന് പറഞ്ഞാല് ഇവിടെ കുറെ എക്സ്പേർട്സ് ഉണ്ടല്ലോ, അവരോട് ഞാൻ ചോദിക്കും. കാരണം നമ്മൾ പഠിച്ചതും കൃഷി ചെയ്യുമ്പോഴുള്ള അനുഭവം എന്ന് പറഞ്ഞാല് ടോട്ടലി ഡിഫറെന്റ് ആണ്. വളരെ വളരെ തക്കാളി കണ്ടിട്ട് ഞാൻ പറയുന്ന എല്ലാ പ്രതിവിധിയും നോക്കി ബാക്ടീരിയ വായിച്ചു ഒരു രക്ഷയില്ല. വീട്ടിൽ വന്നു തക്കാളി ഒരെണ്ണം കിട്ടും. എനിക്ക് 98 കിലോ വരെ ഞാൻ വെയിറ്റ് നോക്കിയിരുന്നു. അതിനുശേഷം 100 കഴിയുന്ന വെച്ചാൽ ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല. കിൻഡൽ പിന്നെ കിൻഡൽ എന്ന പേര് കൊണ്ടല്ലോ വെച്ചാൽ ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല. അപ്പൊ അതിനുശേഷം ഇപ്പോഴ് 76 കിലോയേ ഉള്ളൂ. ആരോഗ്യത്തിന് യാതൊരു പ്രശ്നങ്ങളുമില്ല. പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ബോഡി വളരെ യോഗയൊക്കെ ചെയ്ത് യോഗയെക്കാളും കൂടെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് പിന്നെ ഭാര്യയുടെ കൂടി കുറച്ച് സ്പിരിച്വാലിറ്റി കിട്ടിയിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കും. ഇന്നലെ ഗോപിമണി സാർ പറഞ്ഞ പോലെ ഞാൻ വെറും യുക്തിവാദിയാണ്, നിരീശ്വരവാദിയൊക്കെയാണ് കുറെ കാലം. ഇപ്പോഴതൊക്കെ മാറി കുറെ ആത്മീയമായ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ അമ്പലത്തിൽ കമ്മിറ്റിയുടെ ഉത്സവ കമ്മിറ്റിയുടെ പേപ്പറൊക്കെ ആയിട്ട് ഞാൻ ചെറിയ ഗ്രാമമാണ്. അവിടെയുള്ള ആൾക്കാരുമായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെട്ട് കഴിഞ്ഞാൽ സാധാരണ എന്റെ ഈ പണ്ട് കയറി ഉണ്ടായിരുന്ന എല്ലാ വീട്ടുകളിലും ചെറിയ സാധാരണ മനുഷ്യനായിട്ട് ഞാൻ ജീവിക്കും. യോഗയിലാണ് ഒപ്പിക്കാൻ പറ്റിയ ഭാര്യ കുറെ കാരണമുണ്ട്. കാരണം എന്റെ മോള് ബികോമിന്റെ റാങ്ക് എപ്പോഴും ചാർട്ടേഡ് അക്കൗണ്ടന്റ് 15 വർഷം കഴിഞ്ഞു FCA ആണ്, ഫെലോ. അപ്പൊ എന്റെ റിലേറ്റീവ്സ്, എന്റെ ബന്ധുക്കൾ, എന്റെ കസിൻസും ഒക്കെ എന്നെ കളിയാക്കി പറയണം, നീ ഒരു മണ്ടനാണെങ്കിലും എന്താ നീ ഒരു മണ്ടനാണെങ്കിലും എന്റെ ഭാര്യ സോപ്പ് പിടിക്കുകയായിരുന്നു. ഞാൻ കൂടുതലൊന്നും സംസാരിക്കില്ല. കുറച്ച് കൃഷിയും കുറച്ച് കൺസൾട്ടിങ്ങും ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൃഷി സ്ഥലം കുറച്ച് കൂടുതൽ കൊടുക്കും. കൃഷി വാഴക്കുല കൂടുതലുണ്ടെങ്കിൽ കുറച്ചൊക്കെ വയ്ക്കും. ഒരു വളമൊക്കെ വാങ്ങിയാൽ. നമ്മള് എന്റെ പേര് കൃഷ്ണകുമാർ, കായംകുളത്താണ് സ്വദേശം. കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിന്റെ പ്രാദേശിക കേന്ദ്രത്തിന്റെ മേധാവിയായിട്ട് എന്റെ ബാച്ച്മാൻസിലെ ഏറ്റവും കൂടുതൽ സർവീസ് 62 വയസ്സ് വരെ കൊടുക്കാൻ സാധിച്ചു. ICRന്റെ സർവീസ് ആയതുകൊണ്ട്. വൈഫ് ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. മാത്രമല്ല എന്റെ ഇളയ മകളും ഇന്നലെ മുതൽ വീട്ടിലുണ്ട്. വൈകിട്ട് അവൻ തിരികെ പോകുന്നില്ല. അതുകൊണ്ടാണ് എന്റെ വൈഫിന് വരാൻ പറ്റാത്തത്. ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ സർവീസ് കൊടുക്കുന്നത് പൈസ തരുന്നുണ്ടെങ്കിൽ വാങ്ങണം. ഫ്രീ ആയിട്ട് യാതൊരു കാര്യം ചെയ്യാൻ പാടില്ല. ഞാൻ പറയാനുള്ള കാരണം, നമ്മൾ എത്രയോ സമയം അതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരാൾക്ക് സർവീസ് കൊടുത്താൽ പൈസ ആൾക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പൈസ വാങ്ങുന്നതിന് ചോദിച്ചു വാങ്ങരുത്. ഇത്ര രൂപ വേണം ചോദിച്ചു വാങ്ങും. വരികയാണെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ. ഞാനിപ്പോൾ റിട്ടയർ ചെയ്തതിനു ശേഷം കുറേയധികം ബുക്സുകൾ എഴുതുന്നതിനുള്ള പരിശ്രമത്തിലാണ്. 2-3 ബുക്സ് പബ്ലിഷ് ചെയ്തു. ഇപ്പോഴും പണിപ്പുരയിൽ ഇരിക്കുന്നു. അതുകൊണ്ട് സമയം നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് അറിയുന്നില്ല. വൈഫിനെ സഹായിക്കണമെന്നുണ്ട്. അവരടുക്കളയിൽ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും ഇഷ്ടപ്പെടാറില്ല. നല്ല നമ്മളോട് സഹായിക്കണം ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും സഹായിക്കും. അങ്ങനെ സന്തോഷകരമായ ജീവിതം നയിക്കുന്നു. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് പ്രിൻസിപ്പൽ റിട്ടയർ ചെയ്തു. പിന്നെ എൻ്റെ വൈഫ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്നു. രണ്ടുപേരും റിട്ടയർ ചെയ്തു. അങ്ങനെ എന്താ പറയുക, ഒരുപാട് കൃഷിയിലൊന്നും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. കൃഷി അത്യാവശ്യം ചില കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കും. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പറയാൻ പ്രത്യേകിച്ച് കാണുന്നില്ല.
എന്തായിരുന്നാലും ഈ പ്രോഗ്രാമിന് ഒരു നല്ല ഒരു പ്രോഗ്രാം ആക്കുന്നത് അതിൽ സംഘാടകർക്കുള്ള നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ തിരുവനന്തപുരം സ്വദേശിയാണ്. ഇവിടെ ഈ ചെഷയർഭവം ജില്ലയുടെ ഓണറി സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ ജോയിന്റ് ഡയറക്ടറായിട്ട് ഞാൻ താമസിക്കുന്നത് മറ്റപ്പള്ളി ജസ്വലായിട്ട് സ്വസ്ഥമായിട്ട് കഴിയുന്നു. ഞാൻ രവീന്ദ്രനാഥ്. ഞാൻ കൃഷി തന്നെ ഷെയർ ചെയ്താണ് കൂടെ വർക്ക് ചെയ്ത്. ഈ പ്രത്യേകിച്ചിട്ട് വേറെ ഇപ്പോൾ പരിപാടികളൊന്നുമില്ല. വെറുതെ വീട്ടിൽ ചുമ്മാ ചെറിയ അഗ്രികൾച്ചർ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് അസോസിയേറ്റ് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത് നവംബറിൽ. മാനന്തവാടിൻ്റെ വൈഫാണ്. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് താമസം. 2 കുട്ടികളാണ്. എനിക്ക് സ്വദേശം മണ്ണാർക്കാട് പാലക്കാടാണ്. ബട്ട് സെറ്റിൽഡ് ഇൻ ചെന്നൈ. ഫാമിലി സെറ്റിൽഡ് ഇൻ ചെന്നൈ. But fortunately or unfortunately, maybe I am the only person who got into private sector. So ഞാൻ ഗോഡ്രേജിൽ വർക്ക് ചെയ്തു. റിട്ടയർ ചെയ്തിട്ട് still I was working as a consultant for the company. അത്യാവശ്യം I was involved in teaching and training. ഇപ്പോൾ I have taken a new assignment. കോയമ്പത്തൂരിൽ കുമരഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ they are starting one MBA program in agri business management. അതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആക്ടിവിറ്റീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. I have 2 daughters, both are married and settled. Quite a cool. And thanks to my family because they are supporting me to do all these kind of activities in an independent way. ഞാനൊരു ബാങ്ക് എംപ്ലോയി ആയിട്ട് റിട്ടയർ ചെയ്തു. ഒന്നാമത്തെ ശബ്ദം കുറവാണ്. ശിവാനന്ദൻ പത്തനാപുരം സ്വദേശിയാണെങ്കിൽ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. പിന്നെ ജോലി ഇപ്പോൾ റിട്ടയർമെന്റ് ശേഷം ചെറിയ കൃഷിയായിട്ട് കഴിയുന്നു. ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ എൻ്റെ പഴയ ദോസ്ത് തന്നെ എൻ്റെ നമ്പൂരിയൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ കോളേജിൽ നിന്ന് ഇറങ്ങട്ടെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു ദോസ്തുണ്ടായിരുന്നു, ഒരു രാജേഷ്. കാണാൻ പറ്റിയില്ല. ഇപ്പം റിട്ടയർമെന്റിന് ശേഷം ഞാൻ അല്പസംഖ്യം കൃഷി വീട്ടുകാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയും. ഞാൻ പിന്നെ കൊല്ലം ജില്ലയിൽ കടക്കൽ സ്വദേശിയാണ്. കൃഷി വകുപ്പിലായിരുന്നു. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അണ്ണ ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയത് എല്ലാവരോടും പേര് മാത്രം പറയാനാണ് പറഞ്ഞത്. എല്ലാവരും ചരിത്രം തലശ്ശേരിയിൽ വരുന്നു. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ചു. 8 വർഷം. ഞാൻ സോമസുന്ദരൻ, കണ്ണൂരിൽ നിന്നാണ്. കാർഷിക വികസന ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തു. അപ്പോൾ കണ്ണൂർ തന്നെയാണ് താമസം. ഒരു ഗ്രാമപ്രദേശത്താണ്. മുരളീധരൻ എൻ്റെ ട്രിവാൻഡ്രം സ്വദേശിയാണ്. ബാങ്ക്മേറ്റാണ്. ഞാൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റിൽ 2 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്ന് അവർ 2015 എൻ്റെ പേര് ബിന്ദു. നന്ദൻ്റെ വൈഫാണ്. എറണാകുളമാണ് വീട്. ISROയിൽ വർക്ക് ചെയ്യുന്നു. സമയത്ത് സ്പെസിഫിസിറ്റി വേണമെന്നുള്ളൊരു പ്രശ്നമുള്ള എൻ്റെ കാര്യം പറഞ്ഞാൽ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാം. അങ്ങനെയാണ്. അപ്പോൾ അഗ്രികൾച്ചറെ കുറിച്ച് ഒഴിച്ച് ബാക്കി എന്തെങ്കിലും സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇപ്പം ഞാൻ റിട്ടയർ ചെയ്ത സമയത്ത് ഞാൻ ഇരുന്ന് ആലോചിച്ചു എന്ത് ചെയ്യണം.
എനിക്ക് എന്താണ് ഇനി വേണ്ടത്. അപ്പം ഞാൻ അൾട്ടിമേറ്റ്ലി എനിക്ക് വന്ന് കുറേ എഴുതി കഴിഞ്ഞിട്ട് എല്ലാം വെട്ടി അവസാനം വന്നപ്പോൾ പറഞ്ഞു പീസ് ഓഫ് മൈൻഡാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും കയറി ചാടില്ല. ആ പീസ് ഓഫ് മൈൻഡ് എങ്ങനെ കിട്ടും? അൾട്ടിമേറ്റ്ലി യോഗ ആൻഡ് മെഡിറ്റേഷനാണ് കിട്ടുന്നത്. അത് മധുവിനൊക്കെ അറിയാം. അപ്പം അത് ഒരു സെക്ടർ. രണ്ടാമത് ജ്യോതിഷം എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഞാൻ ചെയ്തിരുന്നത് എന്താണെങ്കിലും കള്ളത്തരം പഠിക്കാൻ പഠിക്കും. ഇതാണ് പൊതുവായിട്ടുള്ളത്. വൈഫ് ഞങ്ങൾ എറണാകുളക്കാരാണ്, തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഇത്രയൊക്കെയുള്ള നമ്മുടെ ബേസിക് സംഗതി. പിന്നെ ഞാൻ ഈ റിവേഴ്സ് തിങ്കിങ്ങിൻ്റെ ഒരു പാർട്ടിയാണ്. ഈ ഹൊറിസോണ്ടലായിട്ട് തിങ്ക് ചെയ്യുക, വെർട്ടിക്കലായിട്ട് കുറേ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുന്നതിനാണ് കിട്ടും. ചില സമയങ്ങളിൽ ചില സർപ്രൈസുകളൊക്കെ കൊടുക്കാറുണ്ട്. എൻ്റെ ഈ കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് വരുന്ന സമയത്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞവിടെ നമ്മൾ 4 പേർക്ക് ഞാനൊരു അവാർഡ്, ഞാൻ സ്പോൺസർ ചെയ്ത അവാർഡ് 4 പേർക്ക് കൊടുത്തിരുന്നു. 4 പേർക്ക് കൊടുത്തിരുന്നു. അത് നമ്മുടെ ഇവിടെ ഒരു സാംസ്കാരിക സമിതി ഉണ്ട്. അതിൻ്റേത് ഞാനൊരു സൊസൈറ്റിയുടെ ഒരു സെക്രട്ടറിയും കൂടെ ആണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനൊരു ഒരു കൊട്ടോടി കൊടുത്തു. ഗവൺമെൻറ് അതൊക്കെ അറിയില്ല. LLB പാസ്സായ സമയത്ത് LLB പാസ്സായ സമയത്ത് ഞാൻ പോയിരുന്നു. ചില താമസം തിരുവനന്തപുരത്താണ്. എനിക്ക് ഒരു ഭാര്യയേ ഉള്ളൂ. 2 കുട്ടികളാണ്. 2 കുട്ടികളും ഓൾമോസ്റ്റ് സെറ്റിൽഡാണ്. സന്തോഷമായിട്ട് സ്വന്തമായിട്ട് കുറച്ച് 2 കുട്ടികളാണ്. 2 കുട്ടികളും ഓൾമോസ്റ്റ് സെറ്റിൽഡാണ്. സന്തോഷമായിട്ട് സ്വന്തമായിട്ട് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലത്ത് അത്യാവശ്യം പച്ചക്കറി കൃഷി അത് പറഞ്ഞ പോലെ അതൊക്കെ പരാജയപ്പെട്ടു. എറണാകുളത്ത് വിശദാംശങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ബാക്കി ഞാൻ സാറിന്റെ വൈഫാണ്. അപ്പൊ വർക്ക് ചെയ്യുന്നു. അല്ല, മെയിലില് വന്നവർക്ക് എല്ലാം ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വരാത്തവരെ പേര് പറയണമെങ്കിൽ ഞാനിപ്പോ എഴുതിയിട്ട് ഇപ്പൊ തരാം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് അയച്ചു കൊടുക്കണം. ID നമ്പറോട് ഓക്കെ, ഞാൻ പേര് എഴുതിയിട്ടപ്പോ വൈകുന്നേരം ഇതിലൊരു ഗിഫ്റ്റ് ഉണ്ട്. അത് ഇതിലിടയ്ക്ക് ഒരാളിനാണ്. ഞാൻ 1 to 89 പറയുമ്പോൾ ഈ മോള് സ്റ്റോപ്പ് എന്ന് പറയുന്നിടത്ത് ഞാൻ നിർത്തും. അപ്പോൾ ഏത് നമ്പറാണ് വരുന്നത് അവർക്കാണ് ഈ ഗിഫ്റ്റ്. 3, 4, നമ്പർ 4 കൊണ്ടുവരല്ലോ. നമ്പർ 4, 5, 6, 7, 8. മൺട്രോത്തുരുത്ത് പോയപ്പോ കടലയായിട്ടോണ്ടിങ്ങനെ വോട്ട് ഓഫ് താങ്ക്സ് എല്ലായിടത്തും പറയുന്ന പോലെ ഒരുപാട് വോട്ട് ഓഫ് താങ്ക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ. എന്തായാലും ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതും ഇതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകളുടെ അധ്വാനമെല്ലാം ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് UN ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നീട് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് നമ്മുടെ ക്ലാസ്സിലെ ലേഡി മെമ്പേഴ്സ് ആയിട്ടുള്ള ജൂലി സൂസൻ
പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ആലോചിച്ചിട്ട് ഫൈനലൈസ് ചെയ്യണം. ലാസ്റ്റ്ലി നോട്ട് ലീസ്റ്റ്ലി ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു. ബാംഗ്ലൂരിൽ ഈ 7 പേരെയും കോൺടാക്ട് ചെയ്തിരുന്നു. സുമതികുട്ടിയുടെ മെയിൽ മാത്രം തിരിച്ചു വന്നു. All other mails are delivered, but there was no response. ജോർജ് ജോസ് പറഞ്ഞു നോട്ട് ഏബിൾ ടു അറ്റൻഡ്. ലാലിയും പറഞ്ഞു നോട്ട് ഏബിൾ ടു അറ്റൻഡ്. ഇത്രയും എബ്രോഡ് ഉള്ളത്. അപ്പോൾ ആ 7 പേരും ഒഴിവാക്കിയാൽ 72 പേരുണ്ട്. 72. 3 പേര് ഇപ്പോൾ കറന്റ്ലി എബ്രോഡാണ്. ഒന്ന് മായാകുമാരി, ജോർജ് ചാക്കോ, കുര്യൻ മാത്യു. ഗോവിന്ദൻ ഇന്നലെ പോയതാണ്. ഗോവിന്ദൻ ബസ്സിൽ ഇപ്പൊ ഇല്ല. ഓക്കെ, ആ 3 പേര് 4 പേര് കിടപ്പിലാണ്. ദിലീപ് ചന്ദ്രൻ, ഈ 79-ലെ 7 പേര് പെർമനന്റ്ലി റിസൈഡിങ് എബ്രോഡാണ്. പേര് പറയാം: ജോർജ് ജോസ്, തോമസ് ജോർജ്, ജമാലുദ്ദീൻ കെ, ലാലി വർഗീസ്, റീന ഗ്രിറ്റിൽ പിനീറോ, സുമതിക്കുട്ടി എം.ആർ. റിസിയോ. ഈ 7 പേരെയും കോൺടാക്ട് ചെയ്തിരുന്നു. സുമതിക്കുട്ടിയുടെ മെയിൽ മാത്രം തിരിച്ചു വന്നു. ഓൾ അതർ മെയിൽസ് ആർ ഡെലിവേർഡ്, ബട്ട് ദെയർ വാസ് നോ റെസ്പോൺസ്. ജോർജ് ജോസ് പറഞ്ഞു നോട്ട് ഏബിൾ ടു അറ്റൻഡ്. ലാലിയും പറഞ്ഞു നോട്ട് ഏബിൾ ടു അറ്റൻഡ്. ഇത്രയും ആണ് എബ്രോഡ് ഉള്ളത്. ശരിയുടെ വീട്ടിൽ പോയിരുന്നോ വരാതെ പനിയായിട്ട് മെസ്സേജ് പിന്നെ ഒന്നും ചെയ്യാൻ ഇത്രയാണ്. അടുത്താണ് നമ്മൾ നെക്സ്റ്റ് വേ പ്ലാനിങ് വിസിറ്റ് ടു എബ്രോഡ്. അപ്പോൾ ഒരു 3-4 ഡെസ്റ്റിനേഷൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട്ലി ബി സർക്കുലേറ്റഡ് ഇൻ ദ ഗൂഗിൾ ഫോം. ഈ ഗൂഗിൾ ഫോമിന് ഒന്നുമില്ല, അത് ഓപ്പൺ ചെയ്ത് ടിക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടാബ്ലേറ്റ് ചെയ്താൽ വരും, റിസൾട്ട് വരും. നമുക്ക് അത് മാത്രം ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പിൽ ഒരു ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഫോറിൻ ടൂറൊക്കെ പോകുമ്പോൾ നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ ക്രെഡൻഷ്യൽസും ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്ന വിസ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അത് ഇതുപോലെ നമ്മൾ ഇവിടെ വരുമ്പോൾ കൊണ്ടുവരാന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പോസിബിൾ ആണ്. ഇപ്പൊ ഉള്ളതെല്ലാം ഞാൻ കൊടുത്തിട്ട് ആരൊക്കെ ആധാർ ഇല്ല എന്നുള്ളത് പറയാം. അവർ ഐദർ കാർഡ് ആധാറോ ID കാർഡോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ വേറെ എന്തെങ്കിലും വോട്ടർ ID ആണോ ഏതാണെങ്കിലും ഒരെണ്ണം തരിക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ. ചായ മീറ്റിംഗ് നേരത്തെ തീർക്കാൻ വേണ്ടിയാണ് ചായ ഇവിടെ സപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. Please available, well available there. കൂടുതൽ മെമ്പേഴ്സും 12 മണിയുടെ വണ്ടിക്കാണ് പോകുന്നത്. അല്ല, എനിക്ക് ഒരു മിനിറ്റ്. അതിന് മുമ്പേ പോകുന്ന സോമസുന്ദരത്തിന് മാത്രമേ ലിസ്റ്റ് കിട്ടിയിട്ടുള്ളൂ. അതിന് മുമ്പേ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? എത്ര മണിക്ക് പോകണം? അല്ല, 12 മണി.